വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്ത് നടത്താണ്ടിരുന്നിട്ട് വീണ്ടും പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറിയൊരു മടിയുണ്ട്. പക്ഷെ നമ്മളിതിനെ അതിജീവിച്ചില്ലേ പറ്റത്തുള്ളൂ. രാവിലെ കുക്കിംഗ് എല്ലാ പരിപാടികൾ ആരംഭിക്കാം. അമ്മ ഡ്യൂട്ടിക്ക് പോയില്ലേ? 10-15 ദിവസമായിട്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴുകി മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ ചിക്കുന്ന് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കി കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ. കുട്ടിക്ക് ചക്കയുടെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇഡ്ഡലി ഓൾറെഡി ചിക്കൻ ഉണ്ടാക്കി തിരിപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് അത് വേണ്ട, പുട്ട് വേണമെന്ന് പറഞ്ഞു. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട നല്ലതാണോ? കുട്ടിക്ക് എന്ത് സാധനം കൊടുത്ത് 2 കയ്യിലും കുറേശ്ശെ കൊടുക്കണം. മമ്മ വെച്ച ഇതാ അമ്മ വെച്ചേ അറിയപ്പില്ല. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത വെതറാണ്, പക്ഷെ ക്ലൗഡിയാണ്. കൊച്ചിന് വേണം, ഇനി വേണോ? രാവിലെ ആ ഒരു പഴയ ശീലങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. പിന്നെ പുട്ടുണ്ടാക്കി, പിന്നെ പിള്ളേർക്ക് പഴം മതി. ജോണിക്കുട്ടിക്കും അതുപോലെ തന്നെ നോക്കുന്നുണ്ട്. എന്നതാ ചിപ്സ് ഒന്നുമില്ല. മതി കളിച്ചേ ഒരു വൈകി കഴിച്ചേ. കഴിച്ചു മതിയോ? പാല് വേണോ? പാല് വേണം. ഉറക്കം വരണ്ടായിരുന്നു. എസ്കുട്ടി പോയിട്ട് വന്നപ്പോഴേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു. പപ്പയുടെ കണ്ണെന്തിയേ? എസ്കുട്ടി പപ്പയുടെ കണ്ണെന്തിയേ? പപ്പയുടെ മൂക്ക് എന്തിയേ? പപ്പയുടെ മുടി എന്തിയേ? പപ്പയുടെ വായ എന്തിയേ? വായ എന്തിയേ? അതാ പൊടിയാണ്. വായ പൊടിയല്ലേ. പപ്പയുടെ ചെവി എന്തിയേ? അത് കൊച്ചിൻ്റെ ചെവിയല്ലേ. പപ്പയുടെ ചെവി എന്തിയേ? പപ്പയുടെ ചെവിയെ പിടിച്ചേ. എല്ലാം പഠിച്ചു മതി, പെട്ടെന്ന് പഠിച്ചു. കുട്ടി എന്നെ എടുത്തോണ്ടിരിക്കുക. ഹെൽമെറ്റ് ആണോ? അതെന്നത് ഹെൽമെറ്റ്? ഹെൽമെറ്റ് വന്നു കഴിഞ്ഞിട്ട് ആകെ മൊത്തം ട്രാക്കിലേക്ക് വരുന്നില്ല. പിന്നെ ചോറ് മീൻകറി ഉണ്ടായിരുന്നു. മീൻ വറുത്തത് ഒരു തോരനൊക്കെ വെച്ചു. ബെല്ലാണോ? പിന്നെ വേണ്ട ചോറ് കഴിക്കാൻ എന്നതാ? കുട്ടി തന്നെ വാരി കഴിക്കുവോ? ചൂടാണോ? ചോറ് പകുതി ചാടി പോവാണല്ലോ. അറിഞ്ഞോ? ഫുഡ് കഴിച്ചത് പുള്ളി ഉറങ്ങി. പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി, ഭയങ്കര ഇടിവെട്ട്. സൂൺ മഴയുണ്ടെന്ന് തോന്നുന്നു. സമയം 2:15 ഉള്ളൂ. ഫസ്റ്റ് ഡേ ഡ്യൂട്ടി എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചില്ല, കഴിക്കണം. എനിക്ക് ഭയങ്കര ക്ഷീണം. എന്നാ ഒരു നോർമൽ ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് നടുവേദനയൊക്കെ. ഒരു ടോണിലേക്ക് പിള്ളേരുടെ കാര്യം സമയത്തുള്ള ഞാൻ ഞെട്ടിപ്പോയി. കയറി ഇപ്പൊ പിൻ ഡ്രോപ്പ് സൈലന്റ് എന്നൊക്കെ പറയണ പോലെ. സാധാരണ ഇങ്ങനെയല്ല, പിള്ളേർ അവരുടെ കളിയും ചിരിയും ബഹളവും കേൾക്കണതാ. അവരെന്ത് പറ്റിക്കാണെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ചർക്കൻ ഉറങ്ങണു, സൈഡിൽ മാള് കിടക്കണു, ഉറങ്ങിയിട്ടില്ല അവള്. ചക്കി ഒരു അലമാരക്കകത്ത് അവളുടെ സീക്രട്ട് പ്ലേസിനകത്ത് കയറിയിരുന്ന് 2 എഴുത്തും വരയൊക്കെ. ജോണിക്കുട്ടി ആണെങ്കിൽ പടം വരയ്ക്കണു. അതിനിടയ്ക്ക് കണ്ട് വെള്ളം തട്ടി കട്ടിലേ വീണ് ഞാൻ ഡോറ് ഷോക്ക് അടിച്ച പോലെ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫുള്ള് സൈലന്റ്. അവർ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? എനിക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 5 മിനിറ്റ് ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. സീറ്റ് ബാക്കിലോട്ടാക്കി കൈയൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എവിടെയാണ് കണ്ടത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിൽ കയറുന്നു. എന്നിട്ട് നമുക്ക് നിൽക്കാതെ പണിയുള്ള, കാരണം ഡ്യൂട്ടിയിലും പണിയാണ്, തിരിച്ചു വീട്ടിൽ വന്നത്. പക്ഷെ ആ ഒരു ഗ്യാപ്പ്, അതായത് വീടിനും ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ
ഡ്യൂട്ടി കഴിയുമ്പോൾ പിന്നെ വീട്ടിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഗ്യാപ്പില്ലേ ആ ഒരു 5 മിനിറ്റ് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുന്നത്. അയ്യോ എന്തൊരു ഫീലാണ്. പണികളെല്ലാം തീർത്ത് എല്ലാം സെറ്റാണ്. ഇവിടെ ഇനിയിപ്പോൾ ചോറ് ഇരിപ്പുണ്ട്, വൈകിട്ടത്തേക്ക് ഇതിരിപ്പുണ്ട്, ചക്കയുടെ ഇരിപ്പുണ്ട്, പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി അതിരിപ്പുണ്ട്. ഞാൻ മാത്രം എനിക്കെന്തോ ഭയങ്കര ഉറക്കം വരുമോ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി പോകണം, നാളത്തോട്ട് പോകണം, ആരംഭിക്കണം. ഇന്ന് പോകുന്നില്ലേ? ഇന്ന് പോകുന്നു. നടുവേനുണ്ട്, എന്തൊക്കെയോ ഭയങ്കര ഒരു ക്ഷീണം. കാരണം അറിയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ റിയാലിറ്റി ആയിട്ട് വന്നപ്പോഴേക്കേ 4 പേരുടെ കാര്യങ്ങൾ പക്ഷെ എല്ലാം മാനേജ് ചെയ്തു. പക്ഷെ അങ്ങ് മറ്റേത് നമ്മൾക്ക് ഓടി നടന്ന് സിമ്പിളായിട്ട് ചെയ്തില്ലേ, സിമ്പിളായിട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും. ബട്ട് ദിവസമാണ് നാളെ മുതൽ ഞാനും ഡ്യൂട്ടി അങ്ങനെ പോലെ തിരക്കണ്ട. ഇനി ഇടി കിട്ടുന്നുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് പുല്ലൊക്കെ വെട്ടാൻ കുറച്ച് ആക്റ്റീവാന്നൊക്കെ പറഞ്ഞു. മഴ കാരണം ഈ പുല്ലോട്ട് കിടക്കത്തില്ലോ. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഭയങ്കര രാവിലെ ചെന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു. കാരണം ആ ഒരു പെട്ടെന്ന് ലാംഗ്വേജ് സ്വിച്ച് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അങ്ങ് ഇത് വരുവാണല്ലോ. സാറിന് വലിയ ലോങ് ലീവൊക്കെ കഴിഞ്ഞാൽ ഈവനിങ് ഷിഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ നേരെ കൊണ്ട് മോർണിംഗ് ഷിഫ്റ്റ് ഇട്ട്, അതും വീക്ക് ഡേ, നല്ല തിരക്കുള്ള സമയമല്ലേ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര നമ്മൾ ആ ഒരു ഇതിലോട്ടങ്ങ് ഇറങ്ങാനുള്ള പാടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ നാച്ചുറലി പഴയ എല്ലാം ഇങ്ങനെ ഓർമ്മയിലോട്ട് വരും. ഞാൻ ചെറിയൊരു അഡ്വൈസ് ഇന്നലെ വൈകിട്ട് രാത്രി കൊടുത്തായിരുന്നു. പപ്പനി അടുത്ത തീർത്ഥാടനത്തിന് പോവും. പപ്പ പോകണ്ടാന്നുണ്ടെങ്കിൽ, വീട് വിട്ട് പോകണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ കഴിച്ചോ. എന്തെങ്കിലും കഴിച്ചോ? ചോറ് കുറച്ച് വാരി കൊടുത്തു, കുറച്ച് കുത്തി കയറ്റി കൊടുത്തു, കുറച്ച് തന്നെ വാരി കഴിച്ചു. വാരി എറിയുമല്ലോ, തിന്നല്ല. ചോറാണെങ്കിൽ തിന്നത്തില്ല. ഫുഡ് കഴിച്ചായിരുന്നോ? മമ്മേനെ മിസ് ചെയ്തോ? കുറേ മണിക്കൂർ, 1 മാസം കൂടിയല്ലേ മമ്മ കുറേ നേരത്തേക്ക് മാറിപ്പോയേ. 8 മണിക്കൂർ മാറിയുന്നില്ലേ? മിസ് ചെയ്തോ? മിസ് ചെയ്താ? മിസ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഇവിടെ. അല്ല ജോണിക്കുട്ടി, ചക്കിയാണെങ്കിൽ പോയില്ല, വേണം മറ്റേ സൈഡിലോട്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടിയുള്ളൂ. ചക്കിയാണെങ്കിൽ ഓരോ ദിവസം അവിടെ കിടന്നു മുമ്പ് അവിടെ പോയിട്ട് പറയും, നീ നിന്റെ എനിക്ക് സ്ഥലമില്ല, നീ ഞാൻ എൻ്റെ ബെഡിൽ തന്നെ മറ്റേ ചക്കി പോയിട്ട്, ചക്കിക്ക് മറ്റേ ഛർദി ഉള്ളതുകൊണ്ട് ചക്കി മറ്റേ റൂമിലോട്ട് പോയി. പിന്നെ ഛർദിച്ചോള്. പിന്നെ മമ്മയ്ക്ക് നമ്മളെ വലിയ മറ്റേ അത്ര മമ്മയ്ക്ക് അത്ര വേണ്ടാന്ന് ഞാൻ നമ്മളെ കൊടുത്തേ, അതല്ലേ? അങ്ങനെയല്ല പറഞ്ഞേ. ഇത്രയും ദിവസം 1 മാസമായിട്ട് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇന്ന് ഡ്യൂട്ടിക്ക് പോയോട് വിഷമം വന്നു. ഡ്യൂട്ടിയില് അങ്ങനെ തിരിച്ചുകൂടെ വന്ന് നിങ്ങളെ കണ്ടു കഴിയുമ്പോ എന്തോ ഒരു ഭയങ്കര എനിക്ക് ഒരു ശാന്തരായിട്ട് ഇരിക്കുന്നതാണോ ഇത്ര ദിവസം തന്നെ വില്ലിച്ച് മിന്നിച്ച് അങ്ങനെ 100 എനർജിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇവരങ്ങ് ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കണം. മിന്നിച്ച് നിൽക്കായിരുന്നു. ഇവരിപ്പാ പോയി അന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് പോയി സെറ്റ് ആയതാ. അയ്യോടി മോളെ ഒരു ചുമ്മാ എന്നാ കഴിക്കുന്നേ? അല്ല, ബീൻസ് തോരനുണ്ട്, പയർ കറിയുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. മഴ മൊത്തം അവസ്ഥയല്ലേ, കാലാവസ്ഥ മൊത്തം മാറി. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിൽ മഴ, ഇവിടെ മഴ, ഇവിടെ ചൂടൊക്കെ പോയി. ചായ വൈബ്, ചായ വൈബ്. ക്ഷീണം. ചോക്ലേറ്റ് മാളു അല്ല അത്. ചോക്ലേറ്റ് വാരി മുഖത്ത്
കൊട്ടാരം മുഴുവൻ മാറ്റിച്ചു. കാണാനുള്ള ശക്തിയില്ല. ഓ കണ്ണ് നീ ഇവിടെ സാധനം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞ ചായ വെറുത്ത് പോകുന്നത് ഈ ഒറ്റ കാര്യം കൊണ്ടാ, അല്ലെങ്കിൽ ചായയുടെ സമ്മതിക്കില്ലാത്ത ഇതുകൊണ്ടാ. നീ ആ പ്രദേശം ഉണ്ടല്ലോ, നീ ഇതിനൊന്ന് ഒഴുക്കി വെച്ച് സെറ്റപ്പാക്കി കഴിഞ്ഞാൽ എത്ര നേരം വേണം? കരിച്ചാലും ചായ ചാടിച്ചാലും നമ്മൾ വീണ്ടും നന്നാകേണ്ടിയിരിക്കുന്നു അല്ലേ? ഒരു നാണമൊക്കെ ജോണിക്കുട്ടിക്ക് മാവ് മാത്രം ഇത് ചെയ്താൽ മതി. ആള് വേണോ പഴമ്പരി? കുട്ടി ചൂടുണ്ടോ? അത് രാവിലെ കഴിച്ചായിരുന്നു. കാക്കൊന്നുമില്ല. കാക്ക പോയി വീട്ടിൽ പോയി. കുട്ടി എന്നടി ചക്കര പിള്ളേരൊക്കെ ഉണ്ട് ഹൈനോറിലിരിക്കുക. മറ്റേ ഭൂമാകിന്റെ വീഡിയോയില് പിള്ളേര് കരഞ്ഞിട്ട് ഇവരും കരയാൻ തുടങ്ങിയത് ലാസ്റ്റ്. അവര് കരച്ചു. ഒരാൾ തുടങ്ങുമ്പോ അടുത്ത ആളെ കരച്ചില്ല. തൊട്ട് പറയാൻ ഞാൻ നോക്കുമ്പോ അടുത്ത് ഇവനും ഇവിടുന്ന്. ഞാൻ ഇവരെ എന്നാടാ നീ എന്ന് പേര് വിളിച്ചെന്ന് വെച്ചക്ക? നിന്റെ പടിയിലിട്ടാണോ പേരിട്ട്? ഇവനെല്ലാം നമ്മളെല്ലാം ഇഷ്ടം വരപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. ചക്ക വറുത്തത് കഴിക്കുന്നു, സിനിമ കാണുന്നു, അടിപൊളി വെക്കേഷൻ. മാളിന്റെ ഇഷ്ടപ്രകാരമാണ് ഈ തവണ റോഡ് ട്രിപ്പ് ഒന്നും വേണ്ടത്. മാളിപ്പോ പറയാ പോണെന്ന്. പക്ഷെ പപ്പയുടെ മമ്മയുടെ വെക്കേഷൻ തീർന്നു. എന്ത് ചെയ്യാൻ? ചക്കിക്കും ആഗ്രഹമായിരുന്നു. ചക്കിക്ക് ആഗ്രഹമായിരുന്നു. എന്നെ അടി ചക്കര നീ ഇങ്ങനെ വഴക്കുണ്ടാക്കണേ. അവനെടുത്തിട്ട് കളയാനാണേ. കൊടുക്കാൻ കഴിക്കില്ല, അവനെടുത്ത് കളയാനാ. കൈ കൊടുക്കുക. രണ്ടെണ്ണം എന്ത് സാധനമാണെങ്കിലും രണ്ടെണ്ണം ഇപ്പൊ കൈ കൊടുക്കേണ്ട അവസ്ഥയാ. മഴക്കാളിയാവുകയാണോ? മഴക്കാളിയാകണ്ട കേട്ടോ. എങ്ങനെ മമ്മത് കഴിച്ചോണ്ടിരിപ്പിച്ചോണ്ടിട്ട് എങ്ങനെയാ? അവൻ ഇതുപോലെ കാണിച്ചിട്ടില്ല. ചോളം കുടിച്ചേ. വെള്ളം ഹലോ വെള്ളം വന്നേ. എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിള്ളേർക്കുടെ വെക്കേഷൻ, അമ്മയ്ക്ക് ഡ്യൂട്ടി, നാളെ ഷിഫ്റ്റ് ഡ്യൂട്ടി. നാളെ എനിക്ക് ഈവനിങ് ഇച്ചാനും മോർണിംഗ്. കുഞ്ഞിച്ചേർക്കാ നിനക്ക് ഫുഡൊന്നും വേണ്ടാന്ന് കേട്ടല്ലോടാ. പിന്നെ ഞാൻ മറന്നു പോയായിരുന്നത്. ഇവരെല്ലാവരും അതായിരുന്നു. അതായത് ഈ ഒരു ഏജൊക്കെ ആയി കഴിയുമ്പോഴേക്ക് എല്ലാ മീലും കറക്റ്റായിട്ട് നന്നായിട്ട് കഴിക്കില്ല. ഏതെങ്കിലും ഒരു മീലേ നല്ലതായിട്ട് കഴിക്കത്തുള്ളൂ. ഇപ്പൊ അവൻ കൂവല് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. അതുകൊണ്ടല്ല, ഇവനിങ്ങനെ കൂവുമ്പോഴാണ് അവന്റെ കാര്യങ്ങൾ നിങ്ങൾ നടത്തി കൊടുക്കുന്നത്. അപ്പൊ പുള്ളി ഇത് എടുത്ത് ചാടുന്ന കുഞ്ഞ് കൂവിയ മാത്രമാണ് പുള്ളിക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് പുള്ളി മുഴുവൻ കൂവുന്നത്. ഓ മൈ ഗോഡ്. അതിന് താഴെ ഇടത് കളിച്ചിട്ട് അതിന് താഴെ ഇടടാ. താഴേക്ക് വിട്. ഈ ഒരാഴ്ച ഇങ്ങനെ ഇരിക്കട്ടെ. ഓടി രക്ഷപ്പെട്ടോളെ. ഇല്ലത്തെ ഇപ്പൊ മെയിൻ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അതാണ് ഈ കേൾക്കുന്നത്. ഈ കൂവല്. നേരത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കൊച്ചായിരുന്നു. ഇപ്പൊ കൂവി മാത്രമേ കൊച്ചു വർത്താനം പറയുള്ളൂ. മഴ ചെറുതായിട്ട് അങ്ങ് പെയ്ത്
എന്തൊരു കൂവലേ, എൻ്റെ ചെവി വേദന എടുക്കാൻ തുടങ്ങുന്നു. മഴ കഴിഞ്ഞ് ഇങ്ങനെ നിപ്പുണ്ട് നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ. മറ്റേ എന്താണ് വിടർന്നിട്ട് തീർന്ന പൂവുണ്ടല്ലോ, അതെല്ലാം നുള്ളിക്കളഞ്ഞത് കൊണ്ട് പുതിയ മൊട്ടുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല രസമായിട്ട് പൂ വരുന്നുണ്ട്. നാട്ടിൽ പോയി വന്നതിന് ശേഷം പപ്പയ്ക്ക് ക്ഷീണമാണ്. പപ്പ കിടന്നുറങ്ങുവാണ്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ജോണിക്കുട്ടി, നീ കളിക്കുമ്പോ അവന് വേദന എടുക്കണ്ടെന്നുള്ളത് നീ ശ്രദ്ധിക്കണം. അതീടി പിള്ളേരെ കളിച്ചു. അത് ടാറ്റയാണോ? ആ ടാറ്റ അല്ല, ടാറ്റ. പിന്നെയും കൂവാണോ? എന്തിനാ കുഞ്ഞു കൂവണേ? ആ പുറത്ത് പോണോ?